പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, കഴിഞ്ഞ വീഡിയോകൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു. എന്നാൽ ഈ വീഡിയോ വളരെ സിമ്പിളാക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം. ഒരു പൂമ്പാറ്റയാണ് വരയ്ക്കുന്നത്, പക്ഷേ പൂമ്പാറ്റയാണെന്ന് ഞാൻ ഇവിടെ എഴുതി വയ്ക്കേണ്ടി വരും. അത്രയും മോശമായ രീതിയിലാണ് വരയ്ക്കുന്നത്. മോശമായതെന്ന് പറഞ്ഞാൽ മോശമായതല്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന അത്രയും സിമ്പിളായാണ് വരയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. പൂമ്പാറ്റയുടെ ഒരു ലക്ഷണങ്ങളും പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ബ്രഷിൻ്റെ സ്ട്രോക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അപ്പോൾ അവിടെ ഷേപ്പുകളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഷേപ്പുകളൊന്നുമില്ല, ജസ്റ്റ് സ്ട്രോക്കുകളാണ്. കണ്ടോ, ഒരു സ്ട്രോക്ക് ഇട്ടു, അടുത്ത സ്ട്രോക്ക് അതുപോലെ തന്നെ. ബ്രഷ് ആദ്യം തലപ്പ് കൊണ്ട് തൊട്ട് പിന്നെ അമർത്തി പിന്നെ തലപ്പ് കൊണ്ട് തന്നെ എടുക്കുന്ന രീതിയാണ്. ക്രിംസണും സ്കാർലറ്റും മിക്സ് ചെയ്യുന്നുണ്ട്. കട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്, ലൈറ്റായല്ല ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. ഞാനിവിടെ ശ്രദ്ധിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെള്ളം ചേർത്ത് ഒന്ന് ലൈറ്റായി അതിനെ ഒന്ന് പരത്തിയെടുക്കുന്നു. വളരെ സ്പീഡിലാണ് ആ സ്ട്രോക്കെല്ലാം ഇടുന്നത്. തെറ്റിപ്പോയിക്കോട്ടെ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഭയത്തിനെ എടുത്ത് കളയാൻ വേണ്ടിയാണ് ഞാനും ഇങ്ങനെ നിങ്ങളെപ്പോലെ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് മറ്റു ഭാഗത്തേക്ക് പരന്നു പോകുന്ന രീതിയിലുള്ള കുറച്ച് സ്ട്രോക്കുകൾ മാത്രമാണ്. വെള്ളം ചേർത്ത് താഴേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നു പോയി എന്ന പേടി കൊണ്ട് പലരും ചെയ്യുന്നത് പേടിച്ചാണ് എനിക്ക് മനസ്സിലായി. അതൊന്നും വേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ തന്നെ ചെയ്ത് കാണിക്കുന്നത്. പൂമ്പാറ്റയുടെ ചിറകിൻ്റെ താഴ്ഭാഗം കുറച്ചൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. ക്രീംസൺ വീണ്ടും എടുത്തു, വീണ്ടും അതിൻ്റെ മുകളിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റാറുണ്ട്. നിങ്ങൾ രണ്ടാമത്തെ ലെയറും അങ്ങനെ മുമ്പ് തന്നെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. പല പെയിൻറ്റിങ്ങുകളും ഞാനത് കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ നിങ്ങളുടെ ചിത്രങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കുറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഒരു പരീക്ഷണമായി നിങ്ങൾ കാണുക, ഇത്തരത്തിലും ചെയ്ത് നോക്കുക. വരുന്നത് വരട്ടെ, അവിടെ വെച്ച് കാണാം നമുക്ക്. വാട്ടർ കളറിനോട് നിങ്ങൾക്കുള്ള ആ പേടിയൊന്ന് മാറിക്കിട്ടിയാൽ തന്നെ നിങ്ങൾ പകുതി ദൂരം പിന്നിട്ടു. പിന്നെ ഡ്രോയിങ് ആണ് പഠിക്കേണ്ടത്. ഡ്രോയിങ് തീർച്ചയായും നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെയിൻറ്റിങ്ങുകൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇവിടെ കുറച്ച് സ്പ്രേ ചെയ്യുന്നു. ഇത് പൂമ്പാറ്റയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, എന്തൊക്കെയോ മിസ്സിങ് ഉണ്ടല്ലേ. പക്ഷേ മിസ്സിങ് ആയിക്കോട്ടെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പൂമ്പാറ്റയെ നമുക്ക് നന്നായി വരയ്ക്കാൻ അറിയാം, പക്ഷേ അതൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായി കുറച്ച് സ്ട്രോക്കുകളും കുറച്ച് കളർ സ്പ്രേയും ഒക്കെ ചെയ്ത് വളരെ സിമ്പിളായി അവതരിപ്പിക്കണം. ഇനി അതിൻ്റെ ബോഡി കൂടി വരച്ചാൽ നമ്മളുടെ പണി ഏകദേശം പൂർത്തിയാകും. ഒന്നുകൂടി വേണമെങ്കിൽ ഡാർക്കാക്കാം. കുറച്ച് സ്പ്രേ വെള്ളം ചെയ്തു. കുറച്ച് പരന്നു പോയതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നു. കുറച്ച് വെള്ളം കൊണ്ട് വീണ്ടും പരത്തുന്നു. വളരെ കുറച്ച് വെള്ളം എടുക്കാൻ പാടൂ, കൂടുതൽ വെള്ളമായാൽ കളറെല്ലാം പരന്നു പോകുന്നതാണ്. വീണ്ടും കുറച്ച് ഡാർക്ക് നിറങ്ങൾ കൂടി പരത്തുകയാണ്. കണ്ടോ, വലിയ സ്ട്രോക്കുകൾ ഇടുന്നു. ആദ്യത്തെ ലെയർ തന്നെ അത്യാവശ്യം കുളമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ലെയർ വീണ്ടും കുളമാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ പേടി, വാട്ടർ കളർ ഉപയോഗിക്കാനുള്ള ആ പേടി ഇതോടെ മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലുള്ള 2-3 ചിത്രങ്ങൾ നിങ്ങൾ വരച്ചാൽ തന്നെ നിങ്ങളുടെ പേടി മാറിക്കിട്ടും. ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ റെഡ് കളർ മാത്രമാണുള്ളത്. നിങ്ങൾക്കതിൽ ബ്ലൂവും എല്ലാം ചേർത്ത് നോക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. ഡൾ കളറും ഉണ്ടാവും, സാരമില്ല. കുറച്ച് ഭാഗം കൂടി അവിടെ പരത്തിയെടുക്കുന്നു. അവിടെ നമുക്കതിൻ്റെ ബോഡി വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. കുറച്ച് സ്പ്രേ ചെയ്യുന്നു. ഇതെല്ലാം തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ലാൻഡ്സ്കേപ്പ് വീഡിയോയിലും ചെയ്യുന്ന ടെക്നിക്കുകൾ. പക്ഷേ അവിടെ നമുക്ക് കുറച്ച് ഡ്രോയിങ്ങിൻ്റെ ബേസ് കൂടി വേണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡാർക്ക് നിറം, ബ്ലൂവും റെഡും മിക്സ് ചെയ്ത് ഡാർക്ക് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ബോഡി മാത്രം വരയ്ക്കുന്നു. ഒറ്റ സ്ട്രോക്ക് കൊണ്ട് വരയ്ക്കുന്നു. പിന്നീട് ഒരു ടച്ചപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞു. ഇനി ചെറിയ ബ്രഷ് എടുത്ത്, റിഗർ ബ്രഷ് എടുത്ത് അതിൻ്റെ കൊമ്പ്, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കി വേണമെങ്കിൽ വരയ്ക്കാം, ചെറുതാക്കി വേണമെങ്കിൽ വരയ്ക്കാം. ഇനി പൂക്കൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പൂക്കളെ കൂടി വരയ്ക്കാം. എന്തായാലും നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ ബ്ലൂ കൊണ്ട് കുറച്ച് സ്പ്രേ ചെയ്യുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഒരു പരീക്ഷണമായി കണ്ടാൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി ആണ് ഞാൻ ഇതുപോലെ തെറ്റിച്ച് ചെയ്യുന്നത്. എല്ലാ പെയിൻറ്റിങ്ങുകളും ചെയ്യുന്ന പോലെ ഒരു സ്ട്രക്ചറൊന്നും ഇത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നമുക്ക് നല്ല വീഡിയോകൾ ചെയ്യണം. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഡാർക്ക് കളർ ഇനിയും ചേർക്കുകയാണ്. ശരിക്കും വട്ടാണല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. സാരമില്ല, കുറച്ച് വട്ട് ഉള്ളത് നല്ലതാണ് വാട്ടർ കളർ ചെയ്യാൻ. വെറുതെ കുത്തിക്കലക്കി കുറേ കളർ തേക്കുന്ന രീതി കൂടി നിങ്ങൾ പരീക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. സായി നിന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.